മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. അഞ്ചരക്കണ്ടി ക്ഷീരോത്പാദക സഹകരണ സംഘവും മലയാള മനോരമ കർഷകശ്രീയും സംയുക്തമായി മുഴപ്പാലിയിലെ ക്ഷീരോത്പാദക സഹകരണ സംഘം ഹാളിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരസംഘം പ്രസിഡന്റ് RP അശോകൻ അധ്യക്ഷത വഹിച്ചു. പൂക്കോട് സയൻസ് ഡയറി കോളേജ് NSS യൂണിറ്റ് സ്പെഷ്യൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ O സജിനി നിർവഹിച്ചു. പശുവളർത്തൽ എങ്ങനെ ആദായകരമാക്കാം എന്ന വിഷയത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ ക്ലാസ് എടുത്തു. പശു കുടുംബ ഭദ്രതയുടെ ആണിക്കല്ല. ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന പശു എന്തായാലും ക്ഷീരവുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ ക്ലാസ് അവസാനിപ്പിച്ചാൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം. അപ്പൊ വീട്ടിലേക്ക് ഒരു കുടുംബത്തിലേക്ക് ഭദ്രതയുടെ ആണിക്കല്ലായി വലിച്ചെടുപ്പിക്കുന്ന ഒരു കാന്തമായിട്ടും പശു പ്രവർത്തിക്കുന്നുണ്ട്. എന്തേ ഇന്നത്തെ കുട്ടികൾക്ക് നമ്മുടെ ഒരു കുടുംബത്തിലെ സ്നേഹവും ഇതൊന്നും ഇല്ലാത്ത പോയത്? ഇത്തരം മൃഗങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളത് ഇല്ലേ? ഇപ്പോഴൊന്നുമല്ല, മൃഗങ്ങളും പക്ഷികളും വൃക്ഷലതാദികളും നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കണമെന്ന് ഇപ്പൊ പറഞ്ഞതല്ല, പുണ്യപുരാണങ്ങളിലുണ്ട് അല്ലെ? 16,008 ഭാര്യമാരും അതിലേറെ തോഴിമാരും അല്ലേ? ഗോപാലകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണൻ അല്ലേ? ഗോക്കളമേച്ചും കളിച്ചും ചിരിച്ചും പശുവിന് വിശക്കുന്ന നേരം പശുവിന്റെ പാൽ മുത്തി കുടിച്ച കണ്ണന്തര നമ്മൾ കേട്ടിട്ടുണ്ട്. മാനവരാശിയുടെ മോചനത്തിന് വേണ്ടി വൃത്തിയിടം ഏറ്റുവാങ്ങി കുരിശിലേറി മരണം വരിച്ച യേശുദേവൻ അറിയപ്പെട്ടത് കുക്ഷേപ്പൻ എന്നാണ്, ഇടയശ്രേഷ്ഠൻ എന്നാണ്, ആജ്യപാലകൻ എന്നാണ്. മണലാരണ്യത്തിലെ ഖലീഫ അവിടെ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ട് മനുഷ്യരായിരുന്നില്ല. ഖുർആൻ വായിച്ചവർക്ക് മനസ്സിലാക്കും. അവിടെ ചെമ്മരിയാട് ഒട്ടകവും പോലുള്ള പാൽവർഗ്ഗങ്ങളായിരുന്നു. പൂക്കോട് വെറ്റിനറി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന ചന്ദ്രൻ, അഞ്ചരക്കണ്ടി പഞ്ചായത്ത് മെമ്പർ VV വത്സല, ക്ഷീരസംഘം സെക്രട്ടറി PP മനോജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി.